നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 139 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് നമുക്ക് 140ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. ആർക്കെങ്കിലും പോരുമി നാമമാത്രം കീർത്തിക്ക ജന്മത്തിലൊരിക്കലെന്നും ശാസ്ത്രങ്ങൾ ചൊല്ലും ദൃഢനിശ്ചയം കേൾ ഭോഷ്കെന്നു വന്നീടൊല നന്ദസൂനോ. ആർക്കെങ്കിലും, അതായത് ആർക്കായാലും ഈ ഒരു നാമം, അവിടുത്തെ ഈ തിരുനാമം ഈ ജന്മത്തില് ഒരിക്കലെങ്കിലും കീർത്തിച്ചാൽ മതി, ചൊല്ലിയാൽ മതി, നമുക്ക് ഈ സംസാര ദുഃഖത്തിൽ നിന്നും മുക്തി ലഭിക്കാൻ എന്നുള്ള ഈ കാര്യം വേദാദി ശാസ്ത്രങ്ങള് ദൃഢമായിട്ട് പറയുന്നു. ഒരു സംശയാതീതമായിട്ട് പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അത് ഭോഷ്കെന്ന് വന്നീടൊല നന്ദസൂനോ. ഹേ നന്ദബാല, അല്ലയോ ശ്രീകൃഷ്ണ, അതൊന്നും തെറ്റാണെന്ന്, അസത്യമാണ് എന്ന് വരരുതേ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പൂന്താനം തിരുമേനി ചോദിക്കുകയാണ്, ഞാൻ എത്ര കാലമായി അങ്ങയുടെ ഈ നാമം ഇങ്ങനെ കീർത്തനം ചെയ്ത്, നാമസങ്കീർത്തനം ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു. എനിക്ക് ഇനിയും അങ്ങയുടെ ആ ദർശനം എന്നുള്ള ആ പുണ്യം ലഭിച്ചിട്ടില്ല. അതെന്താണ് അങ്ങ് ഇങ്ങനെ വൈകിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. പുല്ലാദിയായുള്ള ശരീരമോരോന്നെല്ലാറ്റിലും പുക്കു പുറത്തു പോന്നേൻ, നല്ലൊരു ജന്മം നരജന്മമിപ്പോൾ വല്ലാതെയാക്കിയിടൊല തമ്പുരാനെ. പുല്ലാദിയായുള്ള എന്ന് പറഞ്ഞാൽ പുല്ല് തൊട്ട് പുഴുക്കളായും കീടങ്ങളായും മൃഗങ്ങളായും ഇങ്ങനെ പല വിധത്തിലുള്ള പല ശരീരങ്ങളെ അനേക ജന്മങ്ങളിൽ സ്വീകരിച്ച് ജനിച്ചും മരിച്ചും ഇപ്പോൾ ഈ നരജന്മം, ഏറ്റവും ഉത്കൃഷ്ടമായ ഈ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ എത്രയെത്രയോ ജന്മങ്ങൾക്ക് ശേഷം ലഭിച്ച ഈ ഉത്കൃഷ്ടമായ ഈ മനുഷ്യജന്മം, അല്ലയോ തമ്പുരാനെ, ഈശ്വര, അത് വല്ലാതെയാക്കിയിടല, അത് വെറുതെ ആക്കി കളയരുതേ എന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തില്. ഒരു പുൽക്കൊടിയായും കൃമികീടങ്ങളായും പക്ഷിമൃഗാദികളായും ഒക്കെ ശരീരം ധരിച്ച് പുറത്തു വന്ന് അനേക ജന്മങ്ങൾക്കു ശേഷം ലഭിക്കുന്നതാണ് ഉത്കൃഷ്ടമായ ഈ മനുഷ്യജന്മം എന്നത്. മോക്ഷപ്രാപ്തി ഏറ്റവും സുഗമമായി ലഭിക്കുന്നതും ഈ മനുഷ്യജന്മത്തിലൂടെയാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യ ജന്മം ലഭിച്ചിട്ട് അത് പാഴാക്കിക്കളയാൻ ഇടവരുത്തരുതേ ഭഗവാനെ എന്നാണ് ഇവിടെ പൂന്താനം തിരുമേനി പ്രാർത്ഥിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. നെല്ലാദിയായുള്ള പദാർത്ഥമോരോന്നില്ലത്തുമില്ലാഞ്ഞുഴലുന്നതെല്ലാം നല്ലൊരു നാമാമൃതമാസ്വദിച്ചാൽ തെല്ലും വരും തീയതുമെന്നു വേണ്ട. നെല്ലാദിയായുള്ള പദാർത്ഥമോരോന്ന്, അതായത് നെല്ല് തുടങ്ങിയ ഭക്ഷണ സാമഗ്രികൾ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ സാമഗ്രികള് ഇല്ലത്തുമില്ലാഞ്ഞുഴലുന്നതെല്ലാം, ഇല്ലത്ത് എന്ന് വെച്ചാൽ ഇവിടെ വീടുകളില് ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ നല്ലൊരു നാമാമൃതം ആസ്വദിച്ചാൽ തെല്ലും വരും തീയതുമെന്നു വേണ്ട. അവിടുത്തെ ആ നാമാമൃതം ആസ്വദിച്ചാൽ എന്ന് വെച്ചാൽ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്ന അവിടുത്തെ ആ തിരുനാമം ആസ്വദിച്ച് ജപിച്ചാൽ, മനഃശുദ്ധിയോടുകൂടി ജപിച്ചാൽ ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ ഇല്ലാതെയായി തീരും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അമൃതതുല്യമായ അവിടുത്തെ നാമസങ്കീർത്തനം കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ആവശ്യപ്പെടാതെ തന്നെ എല്ലാ ഭൗതിക സുഖങ്ങളും നമുക്ക് കൈവന്നു ചേരും. അതുപോലെ ഭഗവത് ഭജനം കൊണ്ട് മനസ്സിന് ലഭിക്കുന്ന ആനന്ദം, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. നന്നായതും തീയതുമോർത്തു ചെയ്താൽ നന്നായി വരും നിത്യമവന്നു നൂനം, ത്വം നാമ സങ്കീർത്തനമാസ്വദിച്ചാൽ
ആലോചിച്ചാൽ ഒന്നായി വരും ജീവപരപ്രപഞ്ചം. നന്നായതും തീയതും ഓർത്തു ചെയ്താൽ നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങളും അത് ഓർത്ത് ചെയ്താൽ, അവ ആലോചിച്ച്, അതായത് ഏതാണ് നല്ലത് എന്ന് ആലോചിച്ച് ആ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്താൽ നന്നായി വരും നിത്യം അവന്നു നൂനം. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് എല്ലായ്പ്പോഴും നല്ലത് മാത്രമേ വരുള്ളൂ. നൂനം എന്ന് വെച്ചാൽ തീർച്ചയായും, ഉറപ്പാണ്. ത്വന്നാമസങ്കീർത്തനം ആസ്വദിച്ചാൽ, അവിടുത്തെ ആ തിരുനാമം, നാമസങ്കീർത്തനം ആസ്വദിച്ച് ചെയ്താൽ എന്ന് വെച്ചാൽ അവിടുത്തെ നാമം മനഃശുദ്ധിയോടുകൂടി ജപിച്ചാൽ ഒന്നായി വരും ജീവപരപ്രപഞ്ചം. ഈ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ഒന്നായി തീരുന്ന അവസ്ഥ, എല്ലാം ഒന്നാണ് എന്നുള്ള തോന്നൽ, അതായത് അദ്വൈതാനുഭൂതി ഉണ്ടാവും. അത് തന്നെയാണല്ലോ മോക്ഷത്തിലേക്കുള്ള മാർഗവും. ഇങ്ങനെ നാമസങ്കീർത്തനത്തിൻ്റെ ആ മാഹാത്മ്യം പല ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഉപദേശിച്ചു തരികയാണ് പൂന്താനം തിരുമേനി. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ